സജീവൻ, അതിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപെടലിൻ്റെ ആരോപണം ഒക്കെ പോട്ടെ, അല്ലെങ്കിൽ അവരുടെ മകനും തമ്മിലുള്ള പ്രശ്നം. സഖാവ് എം ലോറൻസ് പറയുന്നത് ആശാ ലോറൻസിൻ്റെയും അഡ്വക്കേറ്റ് സജീവൻ്റെയും അല്ലെങ്കിൽ ലോറൻസിൻ്റെ മക്കളുടെ മാത്രം പിതാവല്ല, നാടിനു വേണ്ടി ജീവിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ 95 ആരോഗ്യമുള്ളിടത്തോളം കാലം CPM വേണ്ടി ജീവിച്ച ആളാണ്. CPM രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ്. സജീവന് ആ ദൃശ്യങ്ങൾ താങ്കളും കണ്ടിട്ടുണ്ടാകണം. വല്ലാത്ത വേദന തോന്നിയില്ലേ, എന്നെ പോലെ തന്നെ താങ്കൾക്കും സജീവൻ? തീർച്ചയായിട്ടും എം ലോറൻസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പോലും പാർട്ടിയെ തള്ളിപ്പറയാത്ത ഒരാളാണ്. പാർട്ടിക്കാരനായിട്ട് ജീവിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു വിടവാങ്ങൽ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അങ്ങനൊരു രംഗം ആശയോട് പലതവണ ആവർത്തിച്ച് ചോദിച്ച ചോദ്യം, അത് നമ്മളൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കേണ്ടിയിരുന്നു. ഒരു മനുഷ്യൻ മരിച്ചു, സ്വാഭാവികമായിട്ടും ആ മൃതദേഹം എന്ത് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ കുടുംബക്കാർക്ക് തീരുമാനിക്കാം. ആ തീരുമാനിക്കുന്നത് മെഡിക്കൽ കോളേജിന് കൊടുക്കണമോ അതല്ല പള്ളി രീതി ക്രിസ്ത്യൻ രീതി അനുസരിച്ചിട്ടുള്ള അടക്കം ചെയ്യലാണോ വേണ്ടതൊക്കെ അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യമാണ്. പക്ഷേ ഇതല്ല. ഇന്നിപ്പോൾ ലോറൻസിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ഓർമ്മിക്കപ്പെടുന്നത് മരിച്ചു കഴിഞ്ഞ സമയത്ത് ഉണ്ടായിട്ടുള്ള അദ്ദേഹത്തിന് പൊതുദർശനത്തിന് വെച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ദൃശ്യങ്ങളായിരിക്കാം. ലോറൻസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയ, അദ്ദേഹത്തിൻ്റെ അന്ത്യം ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് പറയുന്നത് തീർച്ചയായും സങ്കടകരമായ കാര്യമാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള നിലയ്ക്ക് ഒരു വ്യക്തിക്കും ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. വളരെ സങ്കടകരമായ കാര്യമാണ്. തീർച്ചയായിട്ടും അത് ആശ ഉൾപ്പെടെയുള്ള ആളുകൾ ഓർക്കേണ്ടത്. ആശയുടെ കാര്യത്തിലാണെങ്കിൽ അവർ പലപ്പോഴും വൈകാരികമായിട്ട് പ്രതികരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ആളാണ് ആശ പലപ്പോഴും ഈ പറയാൻ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും ലേഖനങ്ങളൊക്കെ ആയിട്ട് എഴുതി തരാറുണ്ട്. ഞാനത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പലതും വായിച്ച് നമുക്ക് നന്നായിട്ട് മെനക്കെട്ടിട്ട് എഡിറ്റ് ചെയ്യേണ്ടി വരും. കാരണം എം ലോറൻസിൻ്റെ രീതിയിൽ തന്നെ അദ്ദേഹം കുടുംബം മറന്നതിനെ കുറിച്ചുള്ള അവരുടെയൊക്കെ ലേഖനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ അവർക്കൊരു ശരിയായിരിക്കും അവരുടെ കാഴ്ചപ്പാടിൽ ഒരു കുടുംബത്തോട്. സജീവൻ, ഇത് ഇവിടെ ഈ മകൾ ലോറൻസുമായി അകന്നു നിൽക്കണം. ഇപ്പോൾ ലോറൻസ് മകളെ പറ്റി മുതലെടുക്കാൻ വന്ന ആളെന്ന് ആ പഴയ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് എം ലോറൻസ് അല്ല, വേറെ ആരോ ആണെന്ന് ഇപ്പോൾ പറയുന്നുണ്ട് ആശാ ലോറൻസ്. അതെന്തുമായിക്കോട്ടെ, എന്തായാലും മകളും അച്ഛനും തമ്മിൽ സ്വരച്ചേർച്ചയിലായിരുന്നില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പാർട്ടിക്കും അറിയാവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ട് സജീവൻ, ഇപ്പോൾ മരണശേഷം ഇത്തരം ഒരു സീൻ ഉണ്ടാവാതിരിക്കാൻ പാർട്ടിക്കൂടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്നില്ലേ? ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു, വിജയരാഘവനോട് പറഞ്ഞതാണ്, ഇന്ന ആളുകൾ അവിടെ വരരുതെന്ന് പറഞ്ഞതാണ്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്നവർ നേരത്തെ ഫോണിൽ വിളിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഈ സീൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ CN മോഹൻ എന്ന് പറയുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അത് കുടുംബക്കാർ തമ്മിലെ പ്രശ്നമാണോ? അതല്ല, പാർട്ടിക്ക് ചിലത് ചെയ്യാനുണ്ടായിരുന്നില്ലേ സജീവൻ? തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നത്തിൽ പാർട്ടി ആദ്യമേ തന്നെ ഇപ്പോൾ അവിടെ വെച്ചിട്ട് സാധാരണ രീതിയിൽ ഇല്ല മരിക്കുന്നില്ല എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം വലിയ നേതാക്കന്മാർ മരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി പ്രവർത്തകർ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. പക്ഷേ അതുൾപ്പെടെ ഒരു സീൻ അവിടെ ഉണ്ടാകുമ്പോൾ പാർട്ടി അതിൽ നിന്ന് സംയമനം പാലിക്കേണ്ടത് തന്നെയായിരുന്നു. ഇതൊരു തർക്ക പ്രശ്നമാക്കി കൊണ്ടുവരാതെ എന്താണോ കുടുംബത്തിന് തീരുമാനിക്കാൻ പറ്റുന്ന അവരുമായിട്ട് രമ്യതയിൽ എനിക്ക് തോന്നുന്നത് ഈ ആശ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, തന്നോട് ചോദിക്കാതെ താനുമായിട്ട് വളരെ അകൽച്ചയിലുള്ള മൂത്ത സഹോദരനോട് വാക്ക് കേട്ടുകൊണ്ട് പാർട്ടി അങ്ങനെ തീരുമാനിച്ചു എന്നുള്ളതാണ് പ്രശ്നം. സത്യത്തിൽ അത് പാർട്ടി ആശയോടുകൂടി ചോദിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു സീൻ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആശയ്ക്ക് പലപ്പോഴും അതാണ്. ചില അവർക്ക് പരിഗണന കിട്ടുമ്പോൾ അവർ വളരെയധികം സന്തോഷിക്കുന്ന ഒരാളാണ്. എനിക്കറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ പോയപ്പോൾ ഉമ്മൻചാണ്ടി മോളേന്ന് വിളിച്ച് അവരോട് വളരെ വാത്സല്യത്തോട് കൂടിയിട്ട് പെരുമാറിയതിനെ കുറിച്ച് ആശ എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അവരത് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ലേഖനം എഴുതിയിട്ടുണ്ട്, ഈ ഒരു ഉമ്മൻചാണ്ടിയുടെ വാത്സല്യത്തെക്കുറിച്ച്. അങ്ങനെ ഒരു ആർദ്രമാകുന്ന ഒരു മനസ്സ് ആശയ്ക്കുണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നത് CPM നേതാക്കന്മാർ ഇപ്പോൾ രാജീവൊക്കെ പാർട്ടി തീരുമാനം പ്രഖ്യാപിക്കുന്നൊരവസ്ഥയ്ക്ക് മുമ്പേ എല്ലാവരോടും മക്കളോട് ഈ പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം. ആശയും സജീവനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയാം, ആശയും മറ്റ് ലോറൻസ് തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അതൊരു സീനായിട്ട് മാറാതിരിക്കാൻ, പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിൽ CPM-നെതിരെയാണെങ്കിലും
ലോറൻസിനെതിരെ ആണെങ്കിലൊക്കെ പല തവണ പ്രതികരിച്ചിട്ടുള്ള ആളാണ് ആശ. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർ വിളിച്ച് ചോദിച്ചിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ പറ്റുമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.